മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു വലിയ വിഷയം സംസാരിച്ചുകൊണ്ടാണ്. സ്നാപകൻ്റെ ശിരച്ഛേദനം. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് മകളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അമ്മയുടെ നിർബന്ധമനുസരിച്ച് സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ എനിക്ക് തരിക എന്ന് ഈ പെണ്ണ് പറയുന്നു. രാജാവ് അത് നിറവേറ്റി കൊടുക്കുന്നു. ദുഃഖ അനുഭവങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അത് നിറവേറ്റി കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, ചില നിർബന്ധങ്ങൾ നമ്മുടെ നന്മയെ ചോർത്തിക്കളയും. അത് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള വ്യക്തികളിലൂടെ ആയിരിക്കും തിന്മയുടെ പ്രവേശനം നമ്മളിലേക്ക് എത്തുക എന്നത് ഓർക്കണം. ചില നിർബന്ധങ്ങൾ നമ്മുടെ നന്മയെ തകർത്ത് കളയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരിലൂടെ ആവാം അത് നമ്മളിലേക്ക് എത്തിച്ചേരുക. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കൃപകളെയും ചോർത്തിക്കളയുന്നത് വൈദേശികമായ അല്ലെങ്കിൽ ഒരുപക്ഷെ ഫോറിനായ ഒരുപക്ഷെ അങ്ങ് അകലെ നിന്നായിരിക്കുമെന്ന് വിചാരിക്കരുത്. തൊട്ടടുത്ത് നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ, നമ്മുടെ കൃപകളെ ചോർത്തിക്കളയുന്ന അനുഭവങ്ങൾ നമ്മളിലേക്ക് എത്താമെന്നത് മനോഹരമായ പാഠപുസ്തകമായി ഈ ചിന്ത നമുക്ക് നൽകുന്നുണ്ട് എന്നത് ഓർക്കാം. സ്വന്തം മകൾ തൻ്റെ അമ്മയിലൂടെയൊക്കെ തിന്മ പ്രസവിച്ച് അതിനെ ജന്മമെടുക്കാൻ പാകത്തിന് അത് അപ്പനിലേക്ക് ഇട്ടുകൊടുക്കുന്നു. പാപം ഇങ്ങനെയാണ്. പാപം പ്രസവിക്കും. പാപത്തിന് ജന്മമെടുക്കാൻ കഴിവുണ്ട്. വലിയ പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ സശ്രദ്ധം ജീവിതത്തെ വിശുദ്ധീകരിച്ച് കാത്തു സൂക്ഷിക്കുക. ആമേൻ.